ഹലോ, എൻ്റെ പേര് ക്രിസ്റ്റീന എന്നാണ്. വീട് പാലക്കത്താണ്. ഞാൻ ഈ ധ്യാനങ്ങൾക്കൊന്നും പോകാൻ തീരെ താല്പര്യപ്പെടുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. എനിക്ക് അല്ലാത്ത പ്രോഗ്രാമുകൾക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, എൻജോയ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ധ്യാനം എന്ന് പറയുമ്പോൾ അത് എനിക്കറിയില്ല, എനിക്ക് അതിനോട് ഒട്ടും താല്പര്യപ്പെടാറില്ല. അപ്പോൾ എന്നോട് കുറേ പേര് പറയണു ധ്യാനത്തിന് എന്തായാലും പോകണമെന്ന്. അപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല. ഈ TOB തന്നെ കുറേ നാളായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ ഈ അടുത്ത് തന്നെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു എന്തായാലും ഒരു ധ്യാനം കൂടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ധ്യാനം എന്നുള്ള പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബോധ്യങ്ങൾ കിട്ടി. കാരണം ഞാൻ ഡിഗ്രിക്ക് ഹിസ്റ്ററി ആയിരുന്നു എടുത്തത്. അതിനകത്ത് ജെൻഡർ ഹിസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തെറ്റായ കാര്യങ്ങളല്ല, എന്നാലും ചില കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ സഭ പഠിപ്പിക്കുന്നതും ഹിസ്റ്ററി പഠിപ്പിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സഭ കുറച്ചുകൂടി മൂല്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു കുമ്പസാരം നടത്താൻ പറ്റി, നല്ലൊരു ഹീലിംഗ് കിട്ടി. ഇത്രയും നല്ലൊരു ക്ലാസ് കുറച്ചുകൂടി മുന്നേ കിട്ടേണ്ടതായിരുന്നു. ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു ക്ലാസ് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയുകയും കുറച്ചുകൂടി കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തേനെ. സോ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലം ഈ TOB നടന്ന സമയത്ത് എനിക്ക് അറിയാമായിരുന്നു, എന്നിട്ടും പോലും ഞാൻ പോയി കൂടിയില്ല. എന്താ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടം അനുസരിച്ച് വരാനും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും നല്ല നല്ല കാര്യങ്ങൾ അറിയാനും ഞാൻ ചിന്തിക്കുന്നതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ബാബു സാർ എടുത്ത് തരികയും സെക്സ് ആണെങ്കിലും വിവാഹത്തെ പറ്റിയാണെങ്കിലും എല്ലാത്തിനെക്കുറിച്ചും ഒരു ബോധ്യവും മൂല്യവും, പിന്നെ പരിശുദ്ധാത്മാവ് പരീക്ഷ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിനെ വേണ്ട. അപ്പോൾ ഇവിടെ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ലൈഫ് ലോങ് കൂടെ പരിശുദ്ധാത്മാവിനെ വേണം, പരിശുദ്ധാത്മാവ് വിളിച്ചാൽ വരും. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ പ്രോഗ്രാമിന് വന്നപ്പോൾ മുതൽ ഞാൻ സാധാരണ ഒരു ക്ലാസ് കൂടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ സാറിൻ്റെ ക്ലാസ് കൂടുതലായിട്ട് കേൾക്കുകയും അറിയുകയും ഒരു ഡിസ്ട്രാക്റ്റ് പോലും വന്നിട്ടില്ല. നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ദൈവത്തിന് നന്ദി, സാറിനും നന്ദി. താങ്ക് യു.